ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ഗൈഡ് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഫ്രീ ആയി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടോ? എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വ്യക്തമായി പറഞ്ഞു തരാം. Hello, welcome to our English class. Today, I teach you how to talk about your daily routine in simple English. സോ ഇന്ന് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ മുടങ്ങാതെ ചെയ്യുന്ന കാര്യങ്ങൾ, ദാറ്റ് ഇസ് ഡെയിലി റുട്ടീൻ, എങ്ങനെയാണ് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കുന്നത്. വിതൗട്ട് എനി ഡ്യൂ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാൻ 7 മണിക്ക് എഴുന്നേൽക്കും. ഐ വേക്ക് അപ്പ് അറ്റ് 7 o'clock. ഞാൻ 7 മണിക്ക് എഴുന്നേൽക്കും. ഐ വേക്ക് അപ്പ് അറ്റ് 7 o'clock. ഐ വേക്ക് അപ്പ് അറ്റ് 7 o'clock. ഞാൻ 7 മണിക്ക് എഴുന്നേൽക്കും എന്ന് പറയുന്നത് ഐ വേക്ക് അപ്പ് അറ്റ് 7 o'clock. സമയത്തിന് മുന്നേ അറ്റ് വെച്ചിട്ട് നമ്മൾ ആ സമയം പറയും. ക്ലിയർ ആണല്ലോ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? പല്ല് തേക്കും. ഞാൻ പല്ല് തേക്കും എന്നെങ്ങനെയാ പറയുക? ഐ ബ്രഷ് മൈ ടീത്ത്. പല്ല് തേക്കുക എന്ന് പറഞ്ഞാൽ ബ്രഷ്. അപ്പോൾ ഐ ബ്രഷ് മൈ ടീത്ത്. ക്ലിയർ? അതിനുശേഷം അതെങ്ങനെയാണ് നമ്മൾ പറയാ? ഞാൻ യോഗ ചെയ്യും. ഐ ഡു യോഗ. ഇനി ജിമ്മിൽ പോകുന്ന എങ്ങനെയാ പറയാ? ഞാൻ ജിമ്മിൽ പോവും. ഐ ഗോ ടു ദ ജിം. ഐ ഗോ ടു ദ ജിം. ക്ലിയർ? ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും എന്ന് പറയല്ലേ? ഞാൻ പ്രാതൽ കഴിക്കും. ഐ ഈറ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പറയാം? ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഒന്നെങ്കിൽ ഐ ഈറ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ പ്രാതൽ കഴിക്കും. ഐ ഈറ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. കഴിക്കുക എന്നുള്ളതിന് നമ്മൾ ഈറ്റ് എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. ഐ ഈറ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ക്ലിയർ? ഇനി നമുക്ക് നമ്മുടെ രാവിലെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്നെങ്കിൽ സ്കൂളിൽ പോകും അല്ലെങ്കിൽ ഓഫീസിൽ പോകും. ഞാൻ സ്കൂളിൽ പോകും. ഞാൻ സ്കൂളിൽ പോകും എന്നെങ്ങനെയാ പറയാ? ഐ ഗോ ടു ദ സ്കൂൾ. ഐ ഗോ ടു ദ സ്കൂൾ. അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ പോകുന്ന എങ്ങനെയാ പറയാ? ഐ ഗോ ടു ഓഫീസ്. ഐ ഗോ ടു ഓഫീസ്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ഏത് മീൻസിലാണ് പോകുന്നത്? ചിലപ്പോൾ നമ്മൾ ബസ്സിലായിരിക്കും പോവുക, ചിലപ്പോൾ നമ്മൾ കാറിലായിരിക്കും പോവുക, അല്ലെങ്കിൽ നമ്മൾ നടന്നിട്ടായിരിക്കും പോവുക അല്ലേ? അപ്പോൾ ഞാൻ ബസ്സിലാണ് പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ബസ്സിൽ പോകും എങ്ങനെയാ പറയാ? ഐ ഗോ ബൈ ബസ്. ഐ ഗോ ബൈ ബസ്. ഇനി കാറിൽ പോകുന്നപ്പോൾ എങ്ങനെയാ പറയാ നമ്മൾ? ഐ ഗോ ബൈ കാർ. ഐ ഗോ ബൈ കാർ. ഇനി നടന്നിട്ടാണ് പോകുന്നതെന്ന് എങ്ങനെയാ നമ്മൾ പറയാ? ഐ ഗോ ഓൺ ഫുഡ്. നടന്നിട്ട് പോകുക എന്നുള്ളതിന് ഓൺ ഫുഡ് എന്നാണ് നമ്മൾ പറയാ. അപ്പോൾ എങ്ങനെയാ പറയുന്നത്? ഐ ഗോ ഓൺ ഫുഡ്. ക്ലിയർ? ഇനി നമ്മൾ ഓഫീസിൽ വർക്ക് കഴിഞ്ഞു അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നു. എങ്ങനെയാണ് നമ്മൾ? ഞാൻ 5 മണിക്ക് തിരിച്ചു വരും എന്ന് പറയാ. ഞാൻ 5 മണിക്ക് തിരിച്ചു വരും. ഐ കം ഹോം അറ്റ് 5 o'clock. ഐ കം ഹോം അറ്റ് 5 o'clock. ക്ലിയർ? നിങ്ങൾക്ക് കം ബാക്ക് എന്നും കം എന്നും പറയാം. പക്ഷേ ഇത് നമ്മൾ ദിവസേന ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് കം എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവും. ഇനി സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ ഫുട്ബോൾ കളിക്കും. എങ്ങനെയാണ് നമ്മൾ? ഞാൻ വൈകുന്നേരം ഫുട്ബോൾ കളിക്കുക എന്ന് പറയാ. ഐ പ്ലേ ഫുട്ബോൾ ഇൻ ദ ഈവനിങ്. ഐ പ്ലേ ഫുട്ബോൾ ഇൻ ദ ഈവനിങ്. ഞാൻ വൈകുന്നേരം ഫുട്ബോൾ കളിക്കും. ഐ പ്ലേ ഫുട്ബോൾ ഇൻ ദ ഈവനിങ്. ക്ലിയർ? അത് കുറേ വർക്ക്സ് ഒക്കെ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ഹോം വർക്ക്സ് ചെയ്യും എന്നെങ്ങനെയാണ് നമ്മൾ പറയാ? ഞാൻ എൻ്റെ ഹോം വർക്ക് ചെയ്യും. ഐ ഡു മൈ ഹോം വർക്ക്. എങ്ങനെയാണ്? ഐ ഡു മൈ ഹോം വർക്ക്. ക്ലിയർ? ഹോം വർക്ക് ചെയ്തതിനു ശേഷം നമ്മൾ പുസ്തകം വായിക്കുമെന്ന് എങ്ങനെയാ പറയാ? ഐ റീഡ് എ ബുക്ക്. അല്ലെങ്കിൽ ഒരു നോവൽ വായിക്കുമെന്ന് എങ്ങനെയാ പറയാ? ഐ റീഡ് എ നോവൽ. ക്ലിയർ? അതിനുശേഷം നമ്മുടെ ഫേവറേറ്റ് ടി വി ഷോസ് കാണുന്ന എങ്ങനെയാ പറയാ? ഐ വാച്ച് മൈ ഫേവറേറ്റ് ടി വി ഷോ. അല്ലെങ്കിൽ ടി വി ഷോസ് കാണും എന്നിങ്ങനെ പറയും. ഐ വാച്ച് ടി വി ഷോസ്. അത്രയും മതി. അതിനുശേഷം 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ കിടക്കാൻ പോകും എന്നിങ്ങനെ നമ്മൾ പറയും. ഞാൻ 10 മണിക്ക് കിടക്കാൻ പോകും. ഐ ഗോ ടു ബെഡ് അറ്റ് 10 o'clock. ഇങ്ങനെയാണ് ഐ ഗോ ടു ബെഡ് അറ്റ് 10 o'clock. സോ നൗ ഇറ്റ്സ് യുവർ ടേൺ. നിങ്ങളുടെ ഡെയിലി റുട്ടീൻ എന്താണ്? റൈറ്റ് ഇറ്റ് ഡൗൺ ആൻഡ് പ്രാക്ടീസ് സീയിങ് ഇറ്റ്. താങ്ക് യു. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കൂലല്ലോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.